നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ ഒരു അഹങ്കാരം, അതാണിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച. ഇന്നലെ വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു മമ്മൂട്ടിയുടെ അടുക്കലേക്ക് അവിടെ വയനാട് CPM ജില്ലാ സെക്രട്ടറി ഇടിച്ചു കയറിയെത്തി. മമ്മൂട്ടിക്കൊപ്പം അങ്ങ് മുട്ടിയുരുമി നടപ്പ് തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ചാനൽ ക്യാമറകളൊക്കെ മുന്നിൽ. അങ്ങനെ നമ്മുടെ CPM ജില്ലാ സെക്രട്ടറി ചിരിയോട് ചിരി. മമ്മൂട്ടിയും CPM ജില്ലാ സെക്രട്ടറി റഫീഖും ഒരുമിച്ചാണ് ടൗൺഷിപ്പ് സന്ദർശിക്കുന്നത് എന്ന് പോലും മറ്റുള്ളവർക്ക് തോന്നും. ഇതോടെ കലി കയറി മമ്മൂട്ടിക്ക്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണ് എന്ന് ആളുകൾ വിചാരിക്കും. മാറി നിന്നാൽ മതി. മമ്മൂട്ടി കട്ടക്കലിപ്പിൽ റഫീഖിനോട് പറഞ്ഞു. ഇതാവട്ടെ ആകെ ലീക്കായി ചാനലുകളിലൂടെ കേരളം മുഴുവൻ കേട്ടു. മമ്മൂട്ടിയുടെ കലിപ്പാണ് ഇപ്പോൾ കേരളത്തിൽ സംസാരം. ഇത്ര വലിയ അഹങ്കാരം ഈ പ്രായത്തിൽ മമ്മൂട്ടിക്ക് വേണോ? പൊതുവെ മമ്മൂട്ടി ഒരു അഹങ്കാരിയായാണ് കേരളം കാണുന്നത്. എങ്കിലും ആ അഹങ്കാരം കേരളം അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ഈ പ്രവൃത്തിയെ എതിർത്തും അനുകൂലിച്ചുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കുറിപ്പുകൾ വരുന്നു. പലരും ചോദിക്കുന്നത് എന്തിനാണ് ഇത്ര അഹങ്കാരമെന്ന്. എവിടെയെങ്കിലും പോയി ഇടിച്ചു കയറി നിൽക്കുന്നവരല്ല CPMന്റെ ജില്ലാ സെക്രട്ടറിമാർ എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു കഴിഞ്ഞു. റഫീഖ് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തയാളാണ്. അതിൻ്റെ ഭാഗമായാണ് അവിടെ പോയത്. വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുമായി സഹകരിച്ചിരുന്നു. മമ്മൂട്ടി അവിടെ വന്നത് സ്വന്തം നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. അപ്പോഴിതാ നമ്മുടെ മന്ത്രി P രാജീവ് ഒടുക്കത്തെ ഒരു ഡയലോഗുമായി കളത്തിലിറങ്ങി. മമ്മൂട്ടി തിരക്കിനിടയിൽ അവിടെ പോയി കാര്യങ്ങൾ കണ്ട് മഹത്തായ മാതൃക ലോകത്തിനു മുന്നിൽ കാട്ടിയെന്നാണ് മന്ത്രി P രാജീവ് പറയുന്നത്. അതെ, മമ്മൂട്ടി തന്റെ മഹത്തായ മാതൃക ലോകത്തിന് കാട്ടി. അഹങ്കാരത്തിന്റെ മാതൃക. മമ്മൂട്ടിക്കെതിരെ നിശ്ചിതമായ വിമർശനമാണ് പോരാളി ഷാജി ഉയർത്തുന്നത്. പോരാളി ഷാജിയുടെ പോസ്റ്റിങ്ങിനെ ദുരന്തമുഖത്ത് അയാൾ നിങ്ങൾക്കേറെ മുന്നിലായിരുന്നു സർ. മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന ഘട്ടത്തിൽ അയാൾ എല്ലാവരുടെയും ആളായിരുന്നു സർ. ഒടുവിൽ അങ്ങയുടെ പുച്ഛത്തെ ഒരു ചെറുചിരിയിലൊതുക്കി അയാൾ നിങ്ങളെക്കാൾ ഒരു പടി കൂടി മുന്നിലെത്തി. എവിടെ എപ്പോൾ എങ്ങനെ പെരുമാറണം, എന്തു പറയണമെന്നൊക്കെ മമ്മൂട്ടിയുടെ സ്വാതന്ത്ര്യം. പക്ഷെ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടല്ലോ മമ്മൂട്ടി. ഹൈബീഡനോടോ സതീശനോടോ സുരേന്ദ്രനോടോ താങ്കൾ ഇങ്ങനെ പെരുമാറുമോ മമ്മൂട്ടി? താങ്കളെ ആനയെപ്പോലെ എഴുന്നള്ളിച്ച മാതൃഭൂമി പ്രമോദിനോടോ ശ്രേയാംസിനോടോ ഇങ്ങനെ പെരുമാറുമോ മമ്മൂട്ടി? പോട്ടെ, താങ്കളുടെ അടിമകൾ ആൻഡോയോടോ പിഷാരിയോടോ ഇങ്ങനെ പെരുമാറുമോ? കൈരളി TVയും ബ്രിട്ടാസും എൻ്റെ പോക്കറ്റിലുണ്ടെന്ന ധാർഷ്ട്യമാണോ ഇതിന് ആധാരം? വേട്ടയാടപ്പെട്ടപ്പോഴും ഒതുക്കപ്പെട്ടപ്പോഴും മമ്മൂട്ടിക്കൊപ്പം അടിയുറച്ചു തന്നെ നിന്നിട്ടുണ്ട് ഹൃദയപക്ഷം. അതെന്തെങ്കിലും തിരികെ പ്രതീക്ഷിച്ചല്ല. സഖാക്കളോട് മാന്യമായി പെരുമാറിയില്ലെങ്കിൽ തൻ്റെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കും ഇവിടുത്തെ സഖാക്കൾ. ചോദിച്ചേ പോകൂ. അതാടോ ഹൃദയപക്ഷം. റഫീഖ് സഖാവെ, നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. നിങ്ങൾ അയാളെ ഇത്ര ഭവ്യതയോടെ ഹൃദയവായ്പോടെ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. കോൺഗ്രസുകാരായ ആൻഡോയും പിഷാരടിയും മാതൃഭൂമി പ്രമോദും നിയന്ത്രിക്കുന്ന സ്പോൺസേഡ് പരിപാടിയിൽ താങ്കൾ തലവയ്ക്കാൻ പാടില്ലായിരുന്നു. പ്രിയപ്പെട്ട മമ്മൂട്ടി, സത്യത്തിൽ അയാൾ നിങ്ങളുടെ പിറകെയല്ല, നിങ്ങളാണ് അയാളുടെ പിറകെ വന്നത്. രൂക്ഷമാണ് ഈ പ്രതികരണം. ഈ വിഷയത്തിൽ നമുക്ക് മമ്മൂട്ടിയെ മാത്രമങ്ങ് കുറ്റപ്പെടുത്തുക വയ്യ. ഇടിച്ചു കയറി മമ്മൂട്ടിക്കൊപ്പം നിൽക്കാൻ ശ്രമിച്ച റഫീഖിനെ കൂടി കുറ്റപ്പെടുത്തേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഇടിച്ചു കയറൽ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു സ്ഥിരം ശൈലിയാണല്ലോ. പിന്നെ മമ്മൂട്ടിയുടെ കാര്യം. മമ്മൂട്ടി പറഞ്ഞ വാക്കുകളിൽ ആ പോഴന്മാർക്ക് മനസ്സിലാകാത്ത ചിലതുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് ആളുകൾ കരുതും. എൻ്റെ വരവ് തന്നെ നിങ്ങൾക്കല്ലേ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് എന്ന് മമ്മൂട്ടിയുടെ വരികൾക്കിടയിലുണ്ട്. പക്ഷേ CPM പോഴന്മാർക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. വയനാട് ടൗൺഷിപ്പ് മമ്മൂട്ടി സന്ദർശിച്ചു എന്ന വാർത്ത മാത്രം മതി CPMന് മൈലേജ് കിട്ടാൻ. അത് സർക്കാരിന് വലിയ മൈലേജ് ഒരുക്കും. എന്നാൽ CPM ജില്ലാ സെക്രട്ടറി വലിച്ചു കയറ്റി വാഹനത്തിലിട്ട് മമ്മൂട്ടിയെ അവിടെ കൊണ്ടുവന്ന് കാഴ്ചവസ്തുവാക്കിയതാണ് എന്ന തലത്തിൽ വാർത്തകൾ വന്നാലോ അത് മമ്മൂട്ടിക്ക് ക്ഷീണമാകും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം പാർട്ടിക്ക് കിട്ടത്തുമില്ല. ഇതാണ് മമ്മൂട്ടി ഉദ്ദേശിച്ചത്. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇക്കഴിഞ്ഞ ദിവസം വയനാട് ടൗൺഷിപ്പ് സന്ദർശിച്ചിരുന്നു. ടൗൺഷിപ്പിലേക്ക് എത്തിയ അദ്ദേഹത്തെ ദുരിതബാധിതർ പൂക്കൾ നൽകിയാണ് സ്വീകരിച്ചത്. അപ്പോൾ ജില്ലാ സെക്രട്ടറി റഫീഖും അവിടെ എത്തി. MA ബേബി മടങ്ങിയതിന് പിന്നാലെയായിരുന്നു മമ്മൂട്ടിയുടെ വരവ്. അപ്പോൾ റഫീഖ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും റഫീഖല്ല മമ്മൂട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് മമ്മൂട്ടി കലിച്ചതിന് വലിയ തെറ്റു പറയാനുമില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന ഈ സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ രാത്രിയോടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. മമ്മൂട്ടി ടൗൺഷിപ്പ് സന്ദർശിക്കാനായി വരുന്നതിന് തൊട്ട് മുൻപ് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ടൗൺഷിപ്പൊക്കെ സന്ദർശിച്ച് മടങ്ങിയതുപോലും വലിയ വാർത്തയായില്ല. മമ്മൂട്ടിക്കെതിരെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ ഉയർന്നു കേൾക്കുന്നത് ഇപ്പോൾ CPM സൈബർ ഹാൻഡിലുകളിൽ നിന്ന് തന്നെ.
മമ്മൂട്ടിക്ക് വിനയമില്ലെന്നും പ്രായമായിട്ടും ബഹുമാനിക്കാൻ പഠിക്കാത്ത അഹങ്കാരി ആണ് എന്നുമൊക്കെയാണ് വിമർശനങ്ങൾ. താരത്തെ അപ്ഡേറ്റഡ് സുരേഷ് ഗോപി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന പോസ്റ്റുകളും ഇടതുപക്ഷ പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കുന്നു. ഇലക്ഷനായി മാഷെ, ഇത്തരം പ്രചരണങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കുമെന്ന് മറ്റു ചിലർ സൂചിപ്പിക്കുന്നു. കൈരളിയുടെ ചെയർമാനാണ് തുടക്കം മുതൽ മമ്മൂട്ടി. CPMൻ്റെ സഹയാത്രികരെന്നൊക്കെയാണ് മമ്മൂട്ടി സ്വയം വിശേഷിപ്പിക്കാറുള്ളത്. നമ്മുടെ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അങ്ങനെയൊരു മമ്മൂട്ടിയെ ഇതുപോലെ എടുത്തൊടുക്കുമ്പോൾ പിണറായി കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? മമ്മൂട്ടി ഇനി CPMനെങ്ങാനും തള്ളിപ്പറഞ്ഞാൽ അത് പാർട്ടി കേൾക്കുന്ന ക്ഷീണം ചില്ലറയല്ലല്ലോ. പാർട്ടി ക്രിമിനലുകൾ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ തിളങ്ങുന്നവർ വരെ മമ്മൂട്ടിക്കെതിരെ കുരച്ചു ചാടിയിട്ടുണ്ട്. ഇപ്പോഴിത് അർജുനായങ്കിയുടെ ഒരു പോസ്റ്റ്. കാര്യം കൈരളിയുടെ അംബാസഡറും ഇടതുപക്ഷ അനുഭാവിയും ഒക്കെ തന്നെയെങ്കിലും ആൾക്കാരോട് പെരുമാറുമ്പോൾ ഒരു കലാകാരന് ഉണ്ടാവേണ്ടുന്ന വിനയവും ബഹുമാനവും ഒന്നും ഈ പ്രായത്തിലും സ്വായത്തമാക്കാൻ കഴിയാത്ത അഹങ്കാരിയാണ് മമ്മൂട്ടി. എവിടെ എന്തു പറയണം, എങ്ങനെ പറയണമെന്ന് ബോധമില്ലാത്ത ഒരു അപ്ഡേറ്റഡ് സുരേഷ് ഗോപി. മലയാളത്തിൻ്റെ മഹാനടനാണ് മമ്മൂട്ടി. അതുകൊണ്ട് അധികം ഒതുക്കലുകളൊന്നും അത്ര ചിലവാകില്ല. സ്വർണ്ണക്കൊള്ളയടക്കം നിരവധി കേസുകളിൽ പ്രതിയാണല്ലോ അർജുനായെങ്കിൽ. ഇത്തരം ആളുകൾ തന്നെ മമ്മൂട്ടിക്കെതിരെ പ്രതികരിക്കണം. ആകാശ് തില്ലങ്കേരിയുടെ അടുത്ത അനുയായി, കൈരളി ചാനൽ ചെയർമാനും ഇടതുപക്ഷ അനുഭാവിയുമാണ് മമ്മൂട്ടി. പക്ഷേ എവിടെ എന്തു പറയണം എന്നൊരു ബോധവുമില്ല എന്നതാണ് CPMൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഈ സന്ദർശനം രാഷ്ട്രീയവൽക്കരിക്കപ്പെടാതിരിക്കാനുള്ള മമ്മൂട്ടിയുടെ ജാഗ്രതയാണ് ഇത്രയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ കാരണമായത്. പിഷാരടിയും ആൻഡോ ജോസഫും ഒക്കെ എപ്പോഴും മമ്മൂട്ടിയുടെ സഹയാത്രികരാണ്. അവരെ കൂട്ടിക്കൊണ്ട് നടക്കാമെങ്കിൽ എന്തുകൊണ്ട് ഷഫീഖിനോട് അയിത്തം എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. തൻ്റെ കരിയറിൽ ഇതാദ്യമായി ഇത്രയും രൂക്ഷമായ സൈബർ ആക്രമണമാണ് മമ്മൂട്ടി നേരിടുന്നത്. മമ്മൂട്ടി ഇതിൽ കടുത്ത അതൃപ്തനാണ് എന്ന് മമ്മൂട്ടിയോട് അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നു. ആശാ ലോറൻസ് ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ: ശ്രീ പിണറായി വിജയൻ ഒന്നാം ഊഴം മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞ അവതാരങ്ങളിൽ ഒരാൾ ശ്രീ മമ്മൂട്ടി ജീവിതത്തിൽ അഭിനയിക്കില്ല. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി. 24 hours ചിരിച്ച് നടക്കാറില്ല, ചിരി നടിക്കാറുമില്ല. ശ്രീ മമ്മൂട്ടി തുറന്നു പറഞ്ഞ അവതാരത്തോട് അങ്ങോട്ട് മാറി നിൽക്കാൻ. പറഞ്ഞത് നിങ്ങൾ എന്തിനാ എൻ്റെ പിറകെ നടക്കുന്നത് എന്നാണെങ്കിലും അവതാരത്തോട് കടക്ക് പുറത്ത് എന്നാണ് പറഞ്ഞത്. മറ്റാരായിരുന്നു എങ്കിലും ഇഷ്ടക്കേട് മനസ്സിൽ വെച്ച് നടക്കും. മമ്മൂട്ടിക്ക് ഒരു റെഡ് സല്യൂട്ട്. അവതാരങ്ങളോട് പറയേണ്ടത് പറയണം, ജനങ്ങൾ അറിയണം. ചെവിയിൽ പറഞ്ഞാൽ പറയും. ഞാൻ നിങ്ങളുടെ ആരാധകനാണെന്നാണ് മമ്മൂട്ടി പറഞ്ഞതെന്ന്. അതുകൊണ്ടാണ് CPMകാരനോട് മമ്മൂട്ടിക്ക് പറയേണ്ടി വന്നത് മുഖത്ത് നോക്കി ഉറക്കം പറഞ്ഞത്. മമ്മൂട്ടി അയാളുടെ ചെവിയിൽ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുന്നവരോട് പബ്ലിക്കായി ബഹുമാനപ്പെട്ട CM കടക്ക് പുറത്ത് പറഞ്ഞത്, അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞത്, പരനാറി എന്ന് പറഞ്ഞത് കുലം കുത്തി വിളിച്ച് കുമ്പസാരം പോലെ ആയിരുന്നില്ലല്ലോ. മമ്മൂട്ടി പാർട്ടി നേതാവിൻ്റെ രീതി മമ്മൂട്ടി എടുത്തെന്നങ്ങ് കരുതിയാൽ മതി. പെർഫെക്റ്റ്, ഓക്കെ. സോഷ്യൽ മീഡിയയിൽ കൂടി അന്തം കമ്പികൾ പറയുന്ന അസഭ്യങ്ങളൊന്നുമല്ലല്ലോ മമ്മൂട്ടി പറഞ്ഞത്. എന്തായാലും റഫീഖിനെ സഖാവ് മമ്മൂട്ടി ഓടിച്ചു വിട്ട ആ ഒരു ശൈലി ഒരുപാട് പേർക്ക് അങ്ങ് ഇഷ്ടമായി. ഇത് ഈ ഒരൊറ്റ സഖാവിനെ മാത്രം ബാധിച്ച വിഷയമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇത്തരം വലിഞ്ഞു കയറ്റക്കാരുണ്ട്. ചില വിവാഹ വീട്ടിൽ ചെന്നാൽ വരനായി ഈ രാഷ്ട്രീയക്കാരങ്ങ് മാറും. ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് അവിടെ മുഴുവൻ കളത്തിലെടുക്കും. ഇനി മരിച്ച വീട്ടിൽ ചെന്നാലോ വേണ്ടി വന്നാൽ ശവപ്പെട്ടിയിൽ നിന്ന് മൃതദേഹത്തെ എടുത്ത് പുറത്തിട്ട് ഇവർ കയറി കിടക്കും. അമ്മാതിരി കൂത്താണ് പല രാഷ്ട്രീയ നേതാക്കളും കാട്ടിക്കൂട്ടുന്നത്. ഔചിത്യവും സാമാന്യ മര്യാദയും ഒക്കെ സൂക്ഷിക്കേണ്ടത് ഓരോ നേതാക്കളുടെയും ഉത്തരവാദിത്തമാണ്. ഇത്തരം ഔചിത്യം എന്താണ്, സാമാന്യ മര്യാദ എന്താണ് എന്നറിയാതെ വരുമ്പോൾ ചിലരൊക്കെ കടക്ക് പുറത്ത് പറയും. മമ്മൂട്ടി തങ്ങളുടെ പാർട്ടി ചാനലിൻ്റെ ചെയർമാനാണ് എന്ന് കരുതി അയാൾ പോകുന്നിടത്തെല്ലാം പാർട്ടിക്കാർ തൊട്ടുരുമി നിൽക്കുന്നത് മമ്മൂട്ടിക്ക് അസ്വസ്ഥതയുണ്ടാക്കും എന്നുകൂടി ഓർത്താൽ നല്ലത്. വലിയ ശബ്ദത്തിലോ ഉച്ചത്തിലോ ആയിരുന്നില്ല മമ്മൂട്ടി സംസാരിച്ചത്. എന്നാൽ താഴ്ത്ത സ്വരത്തിൽ വേണമെങ്കിൽ റഫീഖിൻ്റെ ചെവിയിലൊന്ന് പറയാമായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടില്ല എന്ന് മമ്മൂട്ടിയും അപ്പോൾ കരുതി കാണും. തള്ളിക്കേറി തലയിലിരുന്നാൽ മമ്മൂട്ടിയല്ല ആരായാലും ഇങ്ങനെ പറഞ്ഞു പോകും എന്ന് പറഞ്ഞ് മമ്മൂട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന വലിയൊരു വിഭാഗവുമുണ്ട് എന്ന് നമ്മൾ കാണണം. പിന്നെ വയനാട് ടൗൺഷിപ്പിൻ്റെ കാര്യം, അത് പബ്ലിക്കിൻ്റെ പടം കൊണ്ടുണ്ടാക്കിയതാണ്, അല്ലാതെ ഒരു പാർട്ടിയുടെയും ഔദാര്യമല്ല. എന്തായാലും മമ്മൂട്ടിയെ വെച്ചൊരു PR തന്ത്രത്തിന് ശ്രമിച്ചവർ അട്ടപടലം പാളി. പിന്നെ അടുത്തേക്ക് ഒരാൾ വന്നു എന്ന് കരുതി ഇമാതിരി അഹങ്കാരത്തിൻ്റെ മുഖശ്രീയൊന്നും മമ്മൂട്ടി പുറത്തെടുക്കേണ്ടായിരുന്നു. ഒന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ മമ്മൂട്ടിയോടുള്ള ബഹുമാനം പോകാതിരുന്നേനെ. അല്ലെങ്കിൽ തന്നെ മോഹൻലാൽ അല്ലല്ലോ മമ്മൂട്ടി. മോഹൻലാലിൻ്റെ താടിക്കിട്ട് കുത്തിയാലും അങ്ങനെ പ്രതികരിക്കില്ല. എന്നാൽ മമ്മൂട്ടിക്ക് പെട്ടെന്ന് കോപം വരും, അഹങ്കാരം ആ മുഖത്തുണ്ട്. പാർട്ടിയേക്കാൾ വലുതല്ല ഒരു മമ്മൂട്ടിയുമെന്ന് പറയുന്നവരോട് നമുക്ക് ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ: മമ്മൂട്ടിയേക്കാൾ വലുതല്ല പാർട്ടി എന്ന് പറയുന്ന കേരളത്തിലെ വലിയൊരു വിഭാഗം.
എന്തായാലും മമ്മൂട്ടി പാർട്ടിയെ തേച്ചൊട്ടിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. അമ്മാതിരി പണിയല്ലേ കൊടുത്തത്. എന്തായാലും ഇതിൻ്റെ ശരിയും തെറ്റുമൊക്കെ വേർതിരിച്ച് നമുക്ക് സമയം കളയേണ്ട. മമ്മൂട്ടി ഒരൊറ്റ പ്രയോഗം റഫീഖിനിട്ട്, എന്നാൽ കൊണ്ടത് റഫീഖിനിട്ടല്ല, CPM എന്ന പാർട്ടിക്കിട്ടാണ്. ഇത്രയും കാലം മമ്മൂട്ടിയെ തലയിൽ വെച്ച് ഏറ്റി നടന്നവർക്കിട്ട് ഒരു പാര കൊടുക്കാതെ മമ്മൂട്ടി ഇരുന്നാൽ അതത്ര ശരിയാവില്ലല്ലോ. പാർട്ടിക്ക് മമ്മൂട്ടിയെ കൊണ്ടായിരുന്നോ പ്രയോജനം കിട്ടിയത്, അതോ മമ്മൂട്ടിക്ക് പാർട്ടിയെ കൊണ്ടായിരുന്നോ പ്രയോജനം കിട്ടിയത്? അതൊക്കെ തൽക്കാലം നമുക്ക് ഒന്ന് അന്വേഷിക്കാം. അതല്ലേ നല്ലത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.